കണ്ടോ? ഹായ് ഗൈസ്, മേക്കറിക്കുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു ഓട്ടോമാറ്റിക് സോപ്പ് ഡിസ്പെൻസർ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെൻസർ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ സെൻസറിൻ്റെ അടി കൈ കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്പെൻസർ അമർന്ന് അതിനകത്ത് നിന്ന് സോപ്പ് വരും. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് വാട്ടർ ടാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ മുമ്പ് ചെയ്തേക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അത് കാണാത്തവരുന്നത് ജസ്റ്റ് പോയി കാണാം. അപ്പോൾ ഇതും ഓട്ടോമാറ്റിക്കാണ്. ഇപ്പോൾ അതിൻ്റെ സെൻസർ വെച്ചിട്ടുണ്ട്, IR സെൻസർ വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് കൈ കാണിക്കുമ്പോൾ വെള്ളം വരും. ഇപ്പം നമുക്ക് കൊറോണ വൈറസിൻ്റെ ഭീതിയിലാണ്. ഇപ്പം എവിടെ പോയാലും എവിടെ പോയി വന്നാലും മാക്സിമം സോപ്പിട്ട് നല്ലോണം കൈ കഴുകാനാണ് പറയണത്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർ തൊട്ട ടാപ്പുമേ അതുപോലെ ഈ സോപ്പ് ഡിസ്പെൻസറുമേ നമ്മൾ തൊടേണ്ട ആവശ്യമില്ല. ഇത് കുറച്ചും കൂടി സേഫാണ്. ഇപ്പം നമ്മൾ സാധാ ടാപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ വൈറസ് ഉണ്ടെങ്കിൽ നമ്മൾ തിരിക്കുമ്പോൾ നമ്മുടെ കയ്യിലെ വൈറസ് ആ ടാപ്പുമ്മയിലോട്ട് പോകും. അപ്പോൾ നമ്മൾ സോപ്പിട്ട് കൈ കഴുകിയിട്ട് നമ്മൾ ടാപ്പ് അടയ്ക്കുമ്പോൾ ആ വൈറസ് കയ്യിലേക്ക് തിരിച്ച് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സാധാ ടാപ്പാണ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോപ്പിട്ട് കൈ കഴുകുമ്പോൾ ടാപ്പിൻ്റെ ടോപ്പ് ഒന്ന് സോപ്പ് കൊണ്ട് കഴുകുക, എന്നിട്ട് കൈ കഴുകി അടയ്ക്കുക. അപ്പോൾ 100% സേഫ് ആവും. അപ്പോൾ നമുക്കിതെങ്ങനെ സോപ്പ് ഡിസ്പെൻസർ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇതുണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് കുറച്ച് ഫോറക്സ് ഷീറ്റിൻ്റെ കുറച്ച് പീസുകൾ വേണം. അതുപോലെ തന്നെ ഒരു ചെറിയൊരു സെർവോ മോട്ടർ വേണം. അതുപോലെ തന്നെ ഒരു IR സെൻസർ വേണം. പിന്നെ നമുക്കൊരു അഡ്രീനോ ബോർഡും വേണം. ഞാനിപ്പോൾ ഇവിടെ ഒരു അഡ്രീനോ നാനോ ആണ് യൂസ് ചെയ്യണത്. ഷീറ്റ് കുറച്ച് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു ബോക്സിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടി കറക്റ്റ് 4 പീസ് കട്ട് ചെയ്തെടുത്തേക്കാനാണ്. ഇപ്പം ഞാനൊരു ചെറിയ ഫോറക്സ് ഷീറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ബേസായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മുകളിൽ നമുക്കൊരു ചെറിയൊരു ഫോറക്സ് ഷീറ്റിൻ്റെ പീസ്, ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ചെറിയ ഫോറക്സ് ഷീറ്റിൻ്റെ പീസ് ഹോട്ട് ഗ്ലൂ വെച്ച് ഒട്ടിക്കുക. എന്നിട്ട് നമുക്ക് ഇനി ഈ സെർവോൻ്റെ മുകളിൽ വെക്കണം. അതിനായിട്ട് ഞാനൊരു അലൂമിനിയത്തിൻ്റെ ക്ലാമ്പ് ഉണ്ടാക്കി എടുത്തേക്കാനാണ്. ഒരു അലൂമിനിയത്തിൻ്റെ പട്ട വളച്ചുണ്ടാക്കി എടുത്താണ്. ഇനി നമുക്ക് ഈ ക്ലാമ്പ് സെർവോൻ്റെ മുകളിൽ വെച്ച് സ്ക്രൂ ഡ്രൈവറും കൊണ്ട് 2 ഹോൾ ഇട്ട് നമുക്ക് സ്ക്രൂ ചെയ്യാം. ഇനി നമുക്കൊരു നീട്ടുള്ള ഒരു കമ്പി കഷ്ണം വേണം. അതൊന്ന് നടുക്ക് വെച്ച് വളച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ 2 അറ്റവും വളച്ച് ഒരു U ഷേപ്പ് പോലെ ആക്കി എടുക്കുക. ഇനി നമുക്കൊരു ഫോറക്സ് ഷീറ്റിൻ്റെ സൈഡിലെ പീസ് വെച്ച് നമുക്കൊരു അളവ് എടുക്കണം. ഒരു സോപ്പ് ഡിസ്പെൻസറിൻ്റെ ഈ അളവ് എടുക്കുക. എന്നിട്ട് നമുക്ക് അവിടെ 2 ഹോൾ ഇട്ട് നമുക്ക് ഈ കമ്പി അതിനകത്ത് കയറ്റി വെക്കാം. ഇനി നമുക്ക് കയറ്റി വെച്ച കമ്പിയുടെ 2 സൈഡ് ഒന്ന് വളച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ വലിച്ചാലും ഇത് ഊരി പോകൂല. ഇനി ചെയ്തെടുത്ത പീസ് നമ്മൾ ബേസ് മേലോട്ട് ഹോട്ട് ഗ്ലൂ ഒഴിച്ച് ഒട്ടിക്കുക. ഹോട്ട് ഗ്ലൂ ഒഴിച്ച് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് പിടിക്കണം, അല്ലെങ്കിൽ മറിഞ്ഞു വീഴും. അതുപോലെ തന്നെ അടുത്ത സൈഡും ഹോട്ട് ഗ്ലൂ ഒഴിച്ച് ഒട്ടിക്കുക. ഇപ്പം നമ്മുടെ ഹാൻഡ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി IR സെൻസറാണ് യൂസ് ചെയ്യണത്. നമുക്ക് ഇനി IR സെൻസറിൻ്റെ 3 ലെഗ് മേലോട്ടും വയർ സോൾഡർ ചെയ്യുക. നമുക്ക് ഈ IR സെൻസർ ഒരു പീസ് മേലോട്ട് ഒട്ടിക്കുക. ഇതാണ് ഈ ഡിസ്പെൻസറിൻ്റെ ടോപ്പ് പാർട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ 2 സൈഡിലും ഹോട്ട് ഗ്ലൂ ഒഴിച്ചും കൊണ്ട് നമ്മുടെ ടോപ്പിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിക്കുക. ഇനി നമുക്കൊരു ചെറിയ വണ്ണം കുറഞ്ഞ കമ്പി കഷ്ണം വേണം. കമ്പി കഷ്ണത്തിൻ്റെ ഒരു അറ്റം സെർവോൻ്റെ ഉള്ളിൽ കൂടി കയറ്റി വളച്ച് വെക്കുക. മറ്റേ അറ്റം മുകളിലത്തെ കമ്പിയിലേക്ക് കൂടി കയറ്റി വെക്കുക. എന്നിട്ട് നമ്മുടെ ഡിസ്പെൻസർ അതിൻ്റെ ഉള്ളിൽ കയറ്റിക്കൊണ്ട് വളച്ച് വെക്കുക. അതായിരിക്കണം കറക്റ്റ് അതിൻ്റെ ലെവല്. ഇനി നമുക്ക് ഈ അഡ്രീനോ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് നമുക്ക് ഇതിനകത്തേക്ക് പ്രോഗ്രാം കയറ്റാം. ഇപ്പോൾ ഞാൻ ഈ പ്രോഗ്രാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. ടെക്സ്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ മൊബൈൽ വഴി കയറ്റാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴി കണക്ട് ചെയ്ത് കയറ്റാം. നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഈ അഡ്രീനോ മേലോട്ട് നമുക്ക് സെൻസറിൻ്റെ വയറും സെർവോൻ്റെ വയറും ഒരു ബാറ്ററി മേലോട്ട് കണക്ട് ചെയ്യാനുള്ള വയറും ഈ അഡ്രീനോ മേലോട്ട് സോൾഡ് ചെയ്യാം. ഇപ്പോൾ കാണിക്കുന്നതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇത് കണ്ട് നിങ്ങൾ ചെയ്യുക. ഇപ്പം ഞാൻ ഓരോ വയറും സോൾഡ് ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. നിങ്ങൾ ജസ്റ്റ് അത് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ഇവിടെ വെള്ള കളർ ആയതുകൊണ്ട് ഈ സെൻസർ ഓട്ടോമാറ്റിക്കായി ട്രിഗർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അടിയിൽ ഒരു ബ്ലാക്ക് പീസ് വെക്കുകയാണ്. ഇപ്പൊ സെർവോ പൊങ്ങിയാണ് നിൽക്കണത്. നമ്മളിപ്പോൾ സെൻസറിൻ്റെ അടിയിൽ കൈ കാണിക്കുമ്പോൾ സെർവോ താഴണം. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് അതിനുള്ളിൽ കൈ കാണിച്ച് നോക്കാം. കണ്ട, ഇപ്പോൾ നമ്മൾ കൈ കാണിച്ചപ്പോൾ സെർവോ താന്ന്. ഒന്നുകൂടിയും കൈ കാണിച്ച് നോക്കാം. കണ്ട, ഇപ്പോൾ ഈ അഡ്രീനോ ബാറ്ററിയും ഇതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വയറൊക്കെ നീറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലിക്വിഡ് സോപ്പ് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കാം. ഇപ്പോൾ സോപ്പ് ടെസ്റ്റ് അടിച്ച് നോക്കാൻ പോവുകയാണ്. ഉണ്ടോ? സോ
സോ ഗൈസ്, അപ്പോൾ ഞാനിവിടെ ഓട്ടോമാറ്റിക് സോപ്പ് ഡിസ്പെൻസർ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വാട്ടർ ടാപ്പും വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഒരുമിച്ച് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിനകത്ത് സോപ്പ് എടുക്കാൻ പോവുകയാണ്. സോപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഒരു 20 സെക്കൻഡ് കഴുകണം. സോ ഗൈസ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗുണം. അപ്പോൾ നമ്മൾ മറ്റുള്ളവർ തൊട്ട പൈപ്പുമേ അത് സോപ്പുമേ നമുക്ക് തൊടേണ്ട ആവശ്യമില്ല. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റേ സേഫ്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.